നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നടത്തറ പഞ്ചായത്ത് ഭരണസമിതി 1,62,00,000 രൂപ സഹകരണ ബാങ്കിലിട്ട് കൊള്ളയടിച്ചതിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും നടത്തി. മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച കലാരംഗ് 2025 യുവജന ഉത്സവത്തിൽ നിരവധി കലാപരിപാടികൾ അരങ്ങേറി. മഹിളാ കോൺഗ്രസ് സ്ഥാപക ദിനം മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര വോട്ടർ പട്ടിക ക്രമക്കേട്. തെക്കുംകര യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. നടത്തറ പഞ്ചായത്തിലെ ഇടതുഭരണ സമിതിയുടെ അഴിമതിക്കും 1,62,00,000 രൂപ സഹകരണ ബാങ്കിലിട്ട് കൊള്ളയടിച്ച നടപടിക്കുമെതിരെ നടത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു. പൂച്ചട്ടി പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിനു സമീപം പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിച്ചു. ഉപരോധ സമരം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജേക്കബ് പോൾ അധ്യക്ഷനായി. 1,62,00,000 രൂപ തകർന്നു തരിപ്പണമായി ബാങ്കിലിട്ടത് തികച്ചും അഴിമതിയാണെന്നും തുക തിരികെ എടുക്കാൻ കഴിയാത്തത് മൂലം ഇപ്പോൾ നടത്തറ പഞ്ചായത്ത് വലിയ കടക്കിണിയിലായെന്നും ഇത്തരത്തിൽ അഴിമതി നടത്തി മുന്നോട്ടു പോകാൻ ഇടതുപക്ഷ ഭരണസമിതിയെ കോൺഗ്രസ് സമ്മതിക്കില്ലെന്നും കഴിഞ്ഞ 10 വർഷ കാലയളവിൽ നടത്തറയിലെ ഇടതുപക്ഷക്കാരുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കണമെന്നും സാധാരണക്കാരിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുക ഇത്തരക്കാർ വീതം വെച്ചെടുക്കുകയാണെന്നും ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. DCC അംഗം KC അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറിമാരായ ML ബേബി, TM രാജീവ്, പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ, ജിത് ചാക്കോ, VA കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ബിന്ദു കാട്ടുങ്ങൽ, ES അനിരുദ്ധൻ, മിനി വിനോദ്, TP മാധവൻ, ജോയ് കുളങ്ങര, ജെയ്സൺ പുലിയൽക്കൽ, ബെന്നി കദലക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. ഒല്ലൂർ ACPയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം ഉണ്ടായിരുന്നു. എന്നാൽ 1,62,00,000 രൂപ തകർന്ന് തെരിപ്പണമായിരിക്കുന്ന മൂർക്കനിക്കര ബാങ്കിൽ കൊണ്ടിടുന്നു. ഇന്ന് അത് നോക്കുമ്പോൾ 1,24,00,000 രൂപയാണ് കാണാനുള്ളത്. 25 ലക്ഷമാണ് കാണാനുള്ളത്. ബാക്കിയുള്ളവർക്ക് ചെക്ക് കൊടുത്തു എന്ന് പറയുന്നു. ആർക്കും ചെക്ക് കിട്ടിയിട്ടില്ല. ആ ചെക്ക് മാറാൻ ആർക്കും കിട്ടിയിട്ടില്ല പൈസ. അപ്പോൾ 1,65,00,000 രൂപ ഇന്ന് മൂർക്കരിക്കര ബാങ്കിൽ നിന്ന് എടുക്കാൻ സാധിക്കാതെ നടത്തറ പഞ്ചായത്ത് ഒരു കടക്കണിയിൽ പെടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ മനഃപൂർവമാണ് നടത്തറ പഞ്ചായത്തിന്റെ പൈസ ഇത് ദുർവിനിയോഗം ചെയ്തത്. ഇതിൽ ക്രിമിനൽ കോൺസ്പിറസിയാണ്, ഇത് അഴിമതിയാണ്. ഈ അഴിമതി പുറത്തു കൊണ്ടുവന്നത് ബിന്ദു കാട്ടുങ്ങലും മിനി അടക്കമുള്ള പഞ്ചായത്ത് മെമ്പർമാർ, ശക്തമായി മാധവേട്ടൻ അടക്കമുള്ള പഞ്ചായത്ത് മെമ്പർമാരുടെ ഇടപെടലാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ അഴിമതി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് കോൺഗ്രസ് സമ്മതിക്കില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ സ്വത്ത് വിവരം അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ അറിയാം കോടിക്കണക്കിന് രൂപ ഇവർ കൈക്കൂലി വാങ്ങി, ഇവർ സ്വത്തുകൾ വാങ്ങി കൂട്ടിയതറിയാം. രഞ്ജിത്തടക്കമുള്ളവരുടെ ആസ്തി പരിശോധിക്കണം. കഴിഞ്ഞ 10 വർഷക്കാലം ഈ നടത്തറയിലുണ്ടായ 5 കോഓപ്പറേറ്റീവ് ബാങ്കുകൾ, സൊസൈറ്റികൾ, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ സൊസൈറ്റികൾ ഇന്ന് കടക്കണിയിൽ പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സൊസൈറ്റിയിലെ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ഇന്ന് പൈസ കൊടുക്കാൻ സാധിക്കുന്നില്ല. അതിൽ മൂർക്കനിക്കര സർവീസ് സഹകരണ ബാങ്ക് അടക്കമുള്ള സൊസൈറ്റികളുടെ പൈസ ഇങ്ങോട്ട് പോയി അന്വേഷിക്കണം. ആ പൈസ എടുത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തിരിമറി ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ച് ആത്മാഭിമാനത്തിന്റെ പേരിൽ, ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരന്റെ പേരിൽ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ച് ബിജു പറഞ്ഞത് ഇവിടെ സമ്പൂർണ്ണമായ അഴിമതിയാണ്. ഇവിടെ നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് കാശുണ്ടാക്കുന്ന സംവിധാനമാണ്. ആ നിതിൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ നടത്തറ ഡിജിയുടെ ഒരു ഭാരവാഹി അദ്ദേഹം പറഞ്ഞു, ശരത് പ്രസാദ് എന്ന് പറഞ്ഞ DYFI സെക്രട്ടറിയുമായുള്ള ഫോൺ സംഭാഷണം ഞെട്ടിക്കുന്ന സംഭാഷണമാണ്.
എന്താണ് സംഭാഷണം? അദ്ദേഹം പറയുന്ന മൗലവിയടക്കം കണ്ണടക്കമുള്ളവർ എവിടെ നിന്ന് വന്നു? ഇവർക്ക് എന്താണ് വരുമാനം? ഇവർക്ക് ബിസിനസ് ഉണ്ടോ? ഇവർക്ക് ജോലിയുണ്ടോ? ഇവർക്ക് കൂലിയുണ്ടോ? യാതൊന്നുമില്ലാതെ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയായിരിക്കുന്നു ഈ നേതാക്കൾക്ക്. മാത്രമല്ല, സാധാരണ എഫ് സി സെക്രട്ടറിയും മറ്റു ഭാരവാഹികളും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു. ഇവർക്ക് എന്താണ് പണി? ഇവർക്ക് ജോലിയില്ല, കൂലിയില്ല, വേതനമില്ല, വരുമാനമില്ല. പക്ഷെ ഇവരൊക്കെ ഇന്ന് കോടീശ്വരന്മാരായി മാറിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ സഹകരണ സംഘങ്ങൾ കൊള്ളയടിക്കുമ്പോ? അതുപോലെ തന്നെ പിരിവ് നടത്തുമ്പോൾ ജില്ലാ കമ്മിറ്റി പിരിക്കുമ്പോൾ 1 ലക്ഷം രൂപ കിട്ടിയാൽ 30,000 രൂപ വീതം വെച്ചെടുക്കുന്നു. അപ്പൊ എന്താ നടക്കുന്നത്? സാധാരണക്കാരെ, കച്ചവടക്കാരെ, വ്യാപാരികളെ പിരിക്കുമ്പോ ആ പിരിച്ച സംഖ്യ ഇവർ വീതം വെച്ചെടുക്കുന്നു. സൊസൈറ്റികളിൽ നിന്ന് ലോൺ കൊടുക്കുമ്പോ കാശ് വാങ്ങുന്നു. അർഹതപ്പെട്ട എല്ലാവർക്കും ലോൺ കൊടുക്കുന്നു. അതിൽ അഴിമതി നടത്തുന്നു. കോടിക്കണക്കിന് സൊസൈറ്റികളുടെ കാശ് കട്ടെടുക്കുന്നു. പഞ്ചായത്തിന്റെ പേരിൽ പല രീതിയിൽ അഴിമതി നടത്തുന്നു. ഇപ്പൊ ജോലി പറഞ്ഞു, കോൺക്രീറ്റ് കോറി വേസ്റ്റ് അടിച്ചിട്ട് കാശ് അടിച്ചു മാറ്റുന്നു. പകൽ വീട് പണിയുന്നു. ആ പകൽ വീടിന്റെ പേരിൽ അഴിമതി നടത്തുന്നു, കാശ് അടിച്ചു മാറ്റുന്നു. ഇപ്പൊ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ തന്നെയാണെങ്കിൽ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, കോടതിപ്പാലം കൊണ്ടുവരുന്നതിന് നേതൃത്വം നൽകി. KFRയുടെ പ്രദേശത്തൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മരങ്ങൾ ഒടിഞ്ഞു വീണ് നിരന്തരം വൈദ്യുതി തടസ്സപ്പെട്ടപ്പോൾ പീച്ചിയിലും പീച്ചി ഡാമിന് പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്കുമൊക്കെ വൈദ്യുതി ഇല്ലാതെ വന്നപ്പോൾ പീച്ചി ഡാമിൽ നിന്നും കുടിവെള്ളം തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകാൻ വൈദ്യുതി ഇല്ലാതെ വന്നപ്പോൾ മണ്ണിനടിയിലൂടെ ഭൂഗർഭ വൈദ്യുതി വേണമെന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ചതും അത് നടപ്പിലാക്കുന്നതിന് നേതൃത്വം നൽകിയതും അഡ്വക്കേറ്റ് ഷാജി കോറങ്ങണ്ടത്താണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 9.5 വർഷമായി ഒല്ലൂർ നിയോജക മണ്ഡലത്തില് ഉദ്ഘാടനങ്ങൾക്ക്, കല്യാണങ്ങൾക്ക് മാത്രമായ ഒരു MLA നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിയണം, ഈ നാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ആളുകള് തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടായാൽ മതി ഈ നാടിന്റെ വികസനം നടപ്പിലാക്കപ്പെടുമെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അഡ്വക്കേറ്റ് ഷാജി കോറങ്ങണ്ടത് അത്തരത്തിലുള്ള ഒരു ജനകീയ പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരും. പാലിയേക്കരയിൽ ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. ഇതേ തുടർന്നുള്ള ഹർജി വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. പ്രദേശത്തെ ഗതാഗത പ്രശ്നം, റോഡിന്റെ ശോചനീയാവസ്ഥ, നിർമ്മാണ പ്രവർത്തികളുടെ പുരോഗതി സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. മഹിളാ കോൺഗ്രസ് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സഫിയ നിഷാദ് പതാക ഉയർത്തി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ ഫിലോമിന ജോസ്, റംലത്ത്, രാധ എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാക്കളായ ബേബി പാലോലിക്കൽ, ജോണി അരിമ്പൂർ, ഐഷ KH, ആസിയ KK, ഐഷ സുധീർ, സുലൈഖ എന്നിവർ നേതൃത്വം നൽകി. മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച കലാരംഗ് 2025 യുവജനോത്സവം സ്കൂൾ PTA പ്രസിഡന്റ് അരോഷ് TA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ MPTA പ്രസിഡന്റ് ജൂലി മനോജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഹിൻസ ജോസ്, സ്കൂൾ ഫസ്റ്റ് അസിസ്റ്റന്റ് ബീന ജോർജ്, യുവജനോത്സവം കൺവീനർ റീബ മേരി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ ഭരതനാട്യം, ഒപ്പന, തിരുവാതിരക്കളി, വഞ്ചിപ്പാട്ട്, നാടൻപാട്ട് തുടങ്ങി വിവിധ മത്സര ഇനങ്ങളുണ്ടായിരുന്നു. സ്കൂൾ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു.
DLED കോഴ്സിന്റെ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ TTIകളിലേക്കുള്ള ഒന്നാം ഘട്ട പ്രവേശനത്തിനായുള്ള അഭിമുഖം സെപ്റ്റംബർ 22, 23, 24 തീയതികളിൽ തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9:30 മുതൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലേക്കുള്ള അഭിമുഖം നടത്തും. അർഹരായവരുടെ ലിസ്റ്റ് തൃശൂർ കളക്ടറേറ്റിലുള്ള വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അസൽ യോഗ്യത, ആനുകൂല്യം ഇത് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487 23608110. നെല്ലങ്കര മാർ എസ്തപ്പാനോസ് സഹദ പള്ളിയിൽ സ്ലീവ തിരുനാൾ ആഘോഷിച്ചു. പൗരസ്ത്യ കൽദായ് സുറിയാനി സഭയായി ആചരിക്കുന്ന സ്ലീവ തിരുനാൾ നെല്ലങ്കര മാർ എസ്തപ്പാനോസ് സഹദ പള്ളിയുടെ പാരിഷ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തി. ഇടവക വികാരി റവറൻഡ് ഡോക്ടർ മൈക്കിൾ P. വള്ളവന്ത്ര സ്ലീവ തിരുനാളിന്റെ ലൈറ്റ് സ്വിച്ച് ഓൺ നിർവഹിച്ചു. വിശുദ്ധ കുർബാന സഹവികാരി റവറൻഡ് ഫാദർ അബി കശീഷ നിർവഹിച്ചു. ഫാദർ ലാസർ മടത്തുംപടി തിരുനാൾ സന്ദേശം നൽകി. ഇടവക വിശ്വാസികളുടെ അകമ്പടിയോടെ തിരിപ്രദക്ഷിണം സീനിയർ വൈദികൻ AC അന്തോണിയച്ചന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തി. ഇടവക കൈക്കാരന്മാർ തിമോത്തി വടക്കൻ, ജിസ്മോൻ ഡേവിസ്, പാരിഷ് അംഗങ്ങൾ G. സേജെ, ജിൻസൺ പോൾ, ഹെലൻ ബാബു എന്നിവർ നേതൃത്വം നൽകി. സ്നേഹവിരുന്നോടെയാണ് തിരുനാൾ ആഘോഷം സമാപിച്ചത്. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പുതുക്കി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടത്തിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ജീവിച്ചിരിക്കുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്ന് മരിച്ചവരുടെ പട്ടികയിൽപ്പെടുത്തി ഒഴിവാക്കുകയും സ്ഥിരതാമസക്കാരായ വോട്ടർമാരെ വ്യാപകമായി വെട്ടിമാറ്റുകയും ചെയ്ത നടപടി പുനഃപരിശോധിച്ച് പ്രസിദ്ധീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി PJ രാജു, ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ AR കൃഷ്ണൻകുട്ടി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ K ചന്ദ്രശേഖരൻ, തോമസ് പുത്തൂർ, കുട്ടൻ മച്ചാട്, INTUC മണ്ഡലം പ്രസിഡന്റ് VA ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ ഷൈബി ജോൺസൺ, ലീന ജെറി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് അഖിൽ സാമുവേൽ, അഹ്സാൻ ഷെയ്ഖ്, വിജോയ് കുറ്റിക്കാടൻ, അനൂപ് സെബാസ്റ്റ്യൻ, ജിൻഡോ ജോൺ, CT നിയാസ്, മുഹമ്മദ് സിനാൻ, സാബിത് ചെമ്പോട്, NC ജോഷി എന്നിവർ നേതൃത്വം നൽകി. വ്യക്തമായ സത്യം ജനങ്ങളും പൊതുസമൂഹത്തെയും മനസ്സിലാക്കുകയും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഇടതുഭരണത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിന്റെ തുടക്കമാണ് ഈ പഞ്ചായത്ത് ധർണ എന്ന് പറയുവാൻ ആദ്യമേ തന്നെ ആഗ്രഹിക്കുകയാണ്. ഈ പഞ്ചായത്തിനകത്ത് 18 വാർഡുകളുണ്ട്. ഒന്നും കൂടി ഇന്ന് 19 ആകുകയാണ്. 19 വാർഡിനകത്ത് കടന്നു വരുന്ന 10,000 വോട്ടർമാർ, ആ വോട്ടർമാർ ഒരുമിച്ച് 19 വാർഡിലായി വോട്ട് രേഖപ്പെടുത്തി ഒരു ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഇടതാകട്ടെ വലതാകട്ടെ ആ ഭരണസമിതിയാണ് ഇന്ന് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ സംഘടനയാണ് ഇന്ന് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ ധർണയുടെ, ഈ പഞ്ചായത്ത് ഓഫീസ് ധർണയുടെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്ത് അല്ലെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥക്കകത്ത് ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്ന അവകാശത്തെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന രീതിയിലേക്കാണ് ഈ ഭരണസമിതി മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ കൊല്ലുകയാണ് ഇവിടുത്തെ ഭരണസമിതി. ഇവിടെ താമസിക്കുന്ന, വർഷങ്ങളായി താമസിക്കുന്ന സ്ഥിരതാമസക്കാരെ ഈ പഞ്ചായത്തിലെ വോട്ടർമാരാക്കി പേര് വെട്ടിക്കൊണ്ട് ഈ പഞ്ചായത്തിലും ഈ വോട്ടർ സംവിധാനത്തിലും പുറത്താക്കുകയാണ്. ഭരണസ്വാധീനം ഉപയോഗിച്ച് ഈ പഞ്ചായത്തിലെ ജനാധിപത്യ വിശ്വാസികളെ, അത് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ഈ നാട്ടിലെ വോട്ടർമാരുടെ പേര് വെട്ടിവെച്ചിറക്കുകയാണ്. ഒരു കാര്യം തുടക്കത്തിൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി വോട്ട് വെട്ടിയാലും വോട്ട് മാറ്റി ചേർക്കപ്പെട്ടാലും ഈ നാട്ടിലെ മുഴുവൻ ആളുകളെ നിങ്ങൾ തടഞ്ഞാലും ഈ 2025 ഡിസംബർ മാസത്തിന്റെ അവസാനം തെക്കുംകര ഭരണസമിതി നേതൃത്വം നൽകാൻ പോകുന്ന രാഷ്ട്രീയ സംഘടനയുടെ പേര് UDF എന്നായിരിക്കും, ഐക്യജനാധിപത്യ മുന്നണി ആയിരിക്കുമെന്ന് ഉറക്കെ പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നിങ്ങൾ വോട്ടുകൾ വെട്ടുമായിരിക്കാം, നിങ്ങളിവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഇല്ലായ്മ ചെയ്യപ്പെട്ടായിരിക്കാം. പക്ഷേ പ്രിയപ്പെട്ട CPM-കാരെ, പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ നാട്ടിലെ മുഴുവനായിരിക്കുന്ന ജനങ്ങളും നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ വെട്ടിയത് കോൺഗ്രസുകാരുടെ വോട്ടായിരിക്കാം, നിങ്ങൾ വെട്ടാത്ത വോട്ടുണ്ട്, അത് ഇടതുപക്ഷത്തിന്റെ വോട്ടാണ്, നിങ്ങളുടെ വോട്ടാണ്. ആ വോട്ട് നിങ്ങൾക്കെതിരെ തിരിയുന്ന രാഷ്ട്രീയം നിങ്ങൾ ഡിസംബർ മാസം വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരു കാര്യം അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ UDF-ന്റെ വലിയ തേരോട്ടം വരവൻ പോകുകയാണ്. ആ തേരോട്ടത്തിനകത്ത് ആദ്യം എണ്ണി തീരുന്ന പഞ്ചായത്ത് എന്ന രീതിയിൽ തെക്കുംകര പഞ്ചായത്തായിരിക്കും UDF അധികാരത്തിൽ വരാൻ പോകുന്നത്. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം. ഈ ജനാധിപത്യ പ്രക്രിയക്കകത്ത് തൃശൂർ ജില്ലയിലെ ആദ്യത്തെ സ്പെഷ്യൽ സ്കൂളായ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ ചേറൂർ ഇന്ന് 50 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിളംബര ജാഥ നടത്തി. ഭിന്നശേഷിക്കാരായ ഈ കുട്ടികളും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിച്ചേരേണ്ടവരാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. തൃശൂർ തെക്കേ ഗോപുര നടയിൽ നിന്നും കോർപ്പറേഷൻ ഓഫീസ് വരെ വിളംബര ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ച് നേതൃത്വം നൽകിയത് മേയറാണ്. വിശിഷ്ടാതിഥി PV ബാബു ജോസഫ് ആയിരുന്നു. അധ്യാപകർ, കുട്ടികൾ, മാതാപിതാക്കളടങ്ങുന്ന
100ഓളം പേർ പങ്കെടുത്തു. തൃശൂർ പട്ടണത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥാപനത്തിൽ 200ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങളോടും കൂടിയ സ്ഥാപനം നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. പുത്തൂർ പഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ട്രെയിനിംഗ് ലഭിച്ച പുതിയ മേറ്റുമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, പഞ്ചായത്ത് അംഗങ്ങളായ മിനി നജി, ധന്യ ബിജു, കൃഷി ഓഫീസർ നിമിഷ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പരിശീലനം ലഭിച്ച 44 മേറ്റുമാർക്കാണ് സർട്ടിഫിക്കറ്റുകൾ നൽകിയത്. കൂടാതെ തൊഴിൽ സ്ഥലങ്ങളിലേക്കുള്ള ടാർപ്പായ, മെഡിക്കൽ കിറ്റ് എന്നിവയും കൈമാറി. 30% മാത്രം വർക്ക് കാണിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടം അത്രയും ഉണ്ടാകാത്ത ചില നിയമ നടപടികളൊക്കെയാണ് കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ഈ തൊഴിലുറപ്പ് സംവിധാനവുമായിട്ട് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഈ തൊഴിലുറപ്പ് സംവിധാനത്തിനെ നിലനിർത്തി പോകേണ്ട ആവശ്യകത സൗജന്യ പാത്വേ സോഷ്യൽ ലൈഫ് വെൽനസ് പ്രോഗ്രാമിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ധനസഹായത്തോടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട യുവതീ യുവാക്കൾക്ക് 3 ദിവസത്തെ സൗജന്യ പാത്വേ സോഷ്യൽ ലൈഫ് വെൽനസ് പ്രോഗ്രാമാണ്. തൃശൂർ ജില്ലയിലെ സർക്കാർ എയ്ഡഡ് അഫിലിയേറ്റഡ് കോളേജുകൾ, അംഗീകാരമുള്ള സംഘടനകൾ, മഹല്ല് ജമാത്തുകൾ, ചർച്ച് കമ്മിറ്റികൾ, വഖഫ് ബോർഡ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് അപേക്ഷിക്കാം. ക്ലാസുകൾ നടത്താനുള്ള സൗകര്യം സംഘാടകർ ഒരുക്കണം. 35 പേരിൽ കുറയാത്ത വിവാഹിതരും അവിവാഹിതരുമായ യുവജനതയുടെ പട്ടിക അപേക്ഷയോടൊപ്പം ഉണ്ടാകണം. തൃശൂർ ജില്ലയിലെ അപേക്ഷകൾ സെപ്റ്റംബർ 18-നകം ന്യൂനപക്ഷ പരിശീലന കേന്ദ്രം, കൊടുങ്ങല്ലൂർ പ്രിൻസിപ്പലിന് സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9847363617. ഉപഭോക്തൃ കോടതി വിധി പാലിച്ചില്ല, പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ഉടമയ്ക്ക് വാറണ്ട്. ഉപഭോക്തൃ കോടതി വിധി പാലിക്കാത്തതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ വാറണ്ട് അയക്കാൻ ഉത്തരവായി. കൊടുങ്ങല്ലൂരുള്ള ഊർക്കോലിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് കൊടുങ്ങല്ലൂർ ശൃംഗപുരത്തുള്ള പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ഉടമയ്ക്കെതിരെ വാറണ്ട് അയക്കാൻ ഉത്തരവായത്. ഉണ്ണികൃഷ്ണൻ ഫയൽ ചെയ്ത ഹർജിയിലെ വിധിപ്രകാരം പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ഉടമ ഫ്രിഡ്ജിന്റെ വില 18,900 രൂപയും പുറമെ 10,000 രൂപയും നൽകണം. വിധി പാലിച്ചില്ല. ഉപഭോക്തൃ നിയമം വകുപ്പ് 72 പ്രകാരം എതിർകക്ഷിയെ ശിക്ഷിക്കാൻ ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്തു. വിധി പാലിക്കാതിരുന്നതിന് 3 വർഷം വരെ ജയിൽ ശിക്ഷ വിധിക്കാൻ ഉപഭോക്തൃ കോടതിക്ക് അധികാരമുണ്ട്. ഹർജി പരിഗണിച്ച് പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ ശ്രീജ S രാമോഹൻ എന്നിവർ അടങ്ങിയ ഉപഭോക്തൃ കോടതി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ഉടമയ്ക്കെതിരെ പോലീസ് മുഖേന വാറണ്ട് അയക്കാൻ ഉത്തരവ് കൽപ്പിച്ചു. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി ഹാജരായി വാദം നടത്തി. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്.
പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി. തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. സ്കൂട്ടറിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ആക്രമണം. സ്റ്റേഷൻ റൌഡിയും കൂട്ടാളിയും റിമാൻഡിലേക്ക്. പഴുവിൽ ചിറക്കൽ സ്വദേശി വിഷ്ണു, മാള പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽപ്പെട്ട പുത്തൻചിറ പുളിയലക്കുന്ന് നെടുമ്പുരക്കൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിൽ ഉൾപ്പെട്ട നിയമവുമായി പൊരുത്തപ്പെടാത്ത 3 കുട്ടികളെ വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചു. ഇവർക്കെതിരെ ജുവൈനൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കും. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ SHO ജിനേഷ് KJ, SIമാരായ സോജൻ, AK കൃഷ്ണപ്രസാദ്, MR ദിനേഷ് കുമാർ, നാസർ, സതീശൻ, മുഹമ്മദ് റാഷിദ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കള്ളഷാപ്പിലെ ആക്രമണത്തിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡി നിബീഷ് റിമാൻഡിലേക്ക്. സംഭവത്തിനു ശേഷം ഇയാൾ ഒളിവിൽ പോയി. എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരം അനുസരിച്ച് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ SHOമാരെ വിവരമറിയിച്ചു. ചാലക്കുടി, വെള്ളിക്കുളങ്ങര പോലീസ് സംയുക്തമായാണ് ഇയാളെ പിടികൂടിയത്. പെരിഞ്ഞനത്ത് നിന്ന് 2 കാറുകൾ മോഷ്ടിച്ച കേസിൽ ഡുഡു ഇജാസ് പിടിയിൽ. ഇജാസിനെതിരെ കാപ്പ ചുമത്തി ജയിലിലാക്കിയിരുന്നതാണ്. 2025 ജൂണിലാണ് ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നിറങ്ങിയത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു R, സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ്, ജെയ്സൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, മുഹമ്മദ് ഫാറൂഖ്, ജ്യോതിഷ്, സിനോജ്, ജോസഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടത്തറ പഞ്ചായത്ത് ഭരണസമിതി 1,62 ലക്ഷം രൂപ സഹകരണ ബാങ്കിലിട്ട് കൊള്ളയടിച്ചതിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ഉപരോധവും നടത്തി. മാന്നാമംഗലം സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച കലാരംഗ് 2025 യുവജന ഉത്സവത്തിൽ നിരവധി കലാപരിപാടികൾ അരങ്ങേറി. മഹിളാ കോൺഗ്രസ് സ്ഥാപക ദിനം മണ്ണുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര വോട്ടർ പട്ടിക ക്രമക്കേട്. തെക്കുംകര യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.